ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതീരുത്തമശ്ലോകേ ഭക്തി ഭവതി നൈഷ്ഠികീ. മോഹം കരോതി വാചാലം അംഗം ലംഘേ ദേഹിരിം. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 25. ആറാം അധ്യായം 25-ാം ശ്ലോകം. ശനൈർശനൈരുപരമേ ബുദ്ധ്യാ ധൃതി ഗൃഹാദയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിത് അവിചിന്തയേത്. ശനൈർശനൈരുപരമേ ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിത് അവിചിന്തയേത്. ശനൈർശനൈരുപരമേ ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിത് അവിചിന്തയേത്. വാക്കർത്ഥം: ധൃതി ഗൃഹീതയാ ബുദ്ധ്യാ, പൂർണ്ണ വിശ്വാസത്താൽ നിയന്ത്രിതമായ ബുദ്ധിയാൽ, മനസ്സിനെ, ആത്മസംസ്ഥം കൃത്വ ആത്മാവിൽ സ്ഥിതമാക്കിയിട്ട്, ശനൈ ക്രമേണ മെല്ലെ മെല്ലെ, ഉപരമേ വിരമിക്കണം, കിഞ്ചിത് അഭി ഒന്നിനെ പറ്റിയും ന ചിന്തയെ ചിന്തിക്കരുത്. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദി. ക്രമേണ പടിപടിയായി വിശ്വാസ്യദാർഢ്യമാകുന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ. ഭാവാർത്ഥം: ദൃഢവിശ്വാസം കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചും പതുക്കെ പതുക്കെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് വിരമിക്കണം. ഇതിനെ പ്രത്യാഹാരം എന്ന് പറയും. ദൃഢവിശ്വാസം, ധ്യാനം, ഇന്ദ്രിയ നിഗ്രഹം ഇവയാൽ മനസ്സിനെ നിയന്ത്രിച്ച് സമാധിയിൽ വർത്തിക്കണം. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഭൗതികമായ ഒരു ഭാവനയോടെ പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ സ്ഥൂല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഭൗതികമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ വയ്യെന്നിരിക്കലും യോഗി വിഷയഭോഗങ്ങളും മനസ്സ് വയ്ക്കരുത്. പരമപുരുഷന്റെ ആനന്ദത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾ ആനന്ദിക്കുന്നില്ല. നേരിട്ടുള്ള കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ട് ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ എളുപ്പത്തിൽ സാധിക്കും. വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ പൂജനെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമി. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പൂജാരണി വിശേഷ ശൂന്യവാദി ഭാഷാ.
ധ്യാനയോഗത്തിൽ ഏറെയും നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് നമുക്ക് ഭഗവാൻ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാവർത്തികമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആധ്യാത്മിക സദസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, കുതിരകളുണ്ട്, അതിനെ പിടിച്ചു വയ്ക്കുന്ന കടിഞ്ഞാണുണ്ട്. ഈ കടിഞ്ഞാണ് സ്ട്രോങ് അല്ലെങ്കിൽ കുതിരകൾ അതിൻ്റെ വഴിയിൽ പോയിക്കോളും. എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണാകട്ടെ ചെവിയാകട്ടെ, ഓരോ ഇന്ദ്രിയങ്ങൾ അതിനിഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാണ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സ്ട്രോങ് അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൻ്റെ പുറകെ ഇന്ദ്രിയങ്ങൾ പോകും. ആ ഇന്ദ്രിയങ്ങളുടെ നേതാവാണ് മനസ്സ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിന് പുറകെ പോയിക്കൊണ്ടിരുന്നാൽ മനസ്സ് ഒരു സ്ഥലത്ത് ഉറക്കത്തില്ല, മനസ്സിനത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. മനസ്സിങ്ങനെ അൺകൺട്രോൾഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. മൈൻഡിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് ഈ ഭഗവത്ഗീത ശ്ലോകത്തിൽ പറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഭഗവത്ഗീത ക്ലാസ്സുകളിലൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞിരുന്നത്? അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു, ഇങ്ങനെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ജീവിതമാണ്, ഇതിൽ ആസ്വദിച്ചെങ്കിൽ ജീവിച്ചാൽ പോലെ, എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്, ഭഗവത്ഗീത കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്നുള്ളത്. പക്ഷേ റിയലി ഇത് നമ്മുടെ നാച്ചുറൽ അല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം എന്ന് വെച്ചാൽ നാച്ചുറൽ അല്ല. കാരണം നമ്മൾ എങ്ങനെയാണ് നാച്ചുറൽ അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കാർക്കും വാർദ്ധക്യം വരണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ നമുക്കെല്ലാവർക്കും വാർദ്ധക്യം വരുന്നുണ്ട്. നമുക്കാർക്കും മരണം വരണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ മരണം വരുന്നുണ്ട്. നമുക്കാർക്കും അസുഖം വരണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ അസുഖം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ ആണെങ്കിൽ ഈ അസുഖം വരിക, വാർദ്ധക്യം വരിക, മരണം വരിക എന്ന നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് വരുന്നത്. അത് നാച്ചുറലാണ്. അപ്പം പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ആത്മീയതയിലേക്ക് പോകുന്നത് എന്തോ പുതിയതായിട്ട് ആർട്ടിഫിഷ്യലി എന്തോ അവർ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അൺനാച്ചുറൽ ആയിട്ടിരിക്കുന്ന നമ്മളെ നാച്ചുറലാക്കാനാണ് ഈ ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയല്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈശ്വരൻ്റെ അംശങ്ങളാണ്. ആ അംശങ്ങളായിട്ടുള്ളവർ സ്വാഭാവിക അവസ്ഥയിൽ ഇരിക്കേണ്ടവരാണ്. ഇപ്പം നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് മുതലേ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ മുതലേ നമ്മൾ ഒരുപാട് സ്വാഭാവികമല്ലാത്ത പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ. മനസ്സിനെ നിയന്ത്രിക്കാതെ വിടുന്ന നമ്മുടെ അസ്വാഭാവിക അവസ്ഥയാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇതിനകത്ത് ശ്രീ പ്രഭുപാദ് ഈ ശ്ലോകത്തിനെ പറ്റി പറയാം. ഈ ശ്ലോകത്തിൽ പതഞ്ജലി യോഗവുമായിട്ട് സാദൃശ്യത്തിലാണ് ഈ ഭഗവത്ഗീത ഈ ഒരു ശ്ലോകം വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം, അല്ലെങ്കിൽ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ചായ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ചായ കുടിക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ളൊരാഗ്രഹം ആ വ്യക്തിക്കുണ്ട്. അതിന് അഡിക്ഷനാണെന്ന് വിചാരിക്കും. അയാൾക്ക് ക്രമേണ ആ ചായ കുടിക്കുന്നതിൽ നിന്ന് മാറണം, വേണ്ട ആഗ്രഹമാണ്. ഇപ്പൊ എന്താ ആദ്യം അയാൾ ചെയ്യുന്നത്? വീട്ടില് അയാൾ ചായ കുടിക്കാതിരിക്കുക, ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടില് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് പോവാം, കോഫി ക്ലബിൻ്റെ അടുത്ത് പോവാം, അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ യോഗസൂത്രത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ആദ്യമേ ഇത് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് വരുമ്പോൾ
ഭക്തിയിൽ വരുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ അത് ഉറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ പതഞ്ജലി യോഗസൂത്രത്തിലൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം നമ്മളിപ്പോൾ ചായ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചായയുടെ അടുത്തേക്ക് പോകാതിരിക്കും, അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അയാളുടെ മനസ്സെപ്പോഴും കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിന് അയാൾ നൽകും. ക്രമേണ അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അയാൾ അതിൽ നിന്ന് മാറി വിചാരിക്കുക, ഇപ്പം അയാൾ ഡെയിലി കുടിക്കാതിരിക്കും. പിന്നെ അയാൾക്ക് മനസ്സിൽ നിന്ന് അത് പോകാൻ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അയാൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അയാൾ കുടിക്കുന്നില്ല, നാവ് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കൈ കൊണ്ട് അത് എടുക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സെപ്പോഴും പറയും കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിൽ നിന്ന് ആ വ്യക്തിക്ക് അതിൽ നിന്ന് മാറാനായിട്ടുണ്ട്. അപ്പൊ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് മാറേണ്ടത്? മനസ്സിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അയാൾ മാറും. എങ്കിലും അതിനെക്കുറിച്ചുള്ള ചിന്ത അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇപ്പോൾ വീട്ടിലാരും ചായ കുടിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഈസിയാണ്, അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഈസിയാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേന് അയാൾ സ്വന്തമായിട്ട് അത് കുടിക്കുന്നില്ല, മറ്റാരും അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും ആരും കുടിക്കുന്നില്ല. പക്ഷേ അയാളുടെ ബോധത്തിൽ ഞാൻ ചായ കുടിക്കുന്ന വ്യക്തിയായിരുന്നു, ഇപ്പം ഞാൻ ചായ ഒഴിവാക്കി. അയാളുടെ ബോധത്തിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ഞാൻ ചായ കുടിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ഇപ്പം ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് എന്നുള്ള ചിന്ത അയാൾക്കുണ്ട്. അപ്പം അതിൽ നിന്ന് ആ അതും ഒരു ഫാസികമാണ്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അതിൽ നിന്നും അയാൾ പുറത്തു വരണം. അപ്പം അങ്ങനെ വന്നിട്ട് പൂർണ്ണമായിട്ട് അപ്പം ഈ ഡിസയേഴ്സ് എല്ലാം, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡിസയേഴ്സും അയാൾക്ക് മാറിപ്പോവുക. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, ചായ എന്നുള്ള ആ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇവിടെ പലരും ചായ കുടിക്കുന്നവരായിരിക്കും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ് ഇത്, എങ്ങനെയാണ് ഈ യോഗസൂത്രത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, പതഞ്ജലി യോഗസൂത്രത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതും ഭഗവത്ഗീതയിലനുസരിച്ച് ഭഗവാൻ പറയുന്നതും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെയാണ് മനസ്സിലാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വേറെ എക്സ്റ്റേണലി എന്തോ കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മനസ്സിൻ്റെ ഈ ഒരു കാര്യം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പലതും അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ആ ഒരു തോന്നൽ, അതിൽ നിന്ന് മാറിക്കണമെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേന് അദ്ദേഹം രണ്ടിനും മാറി, പക്ഷെ ഞാൻ അങ്ങനത്തെ വ്യക്തിയായിരുന്നു എന്നുള്ള ബോധത്തിൽ നിന്ന് ഞാൻ അതായത് ഇപ്പൊ കുടിക്കുന്നില്ല, ഞാൻ അവരിൽ നല്ല മാറി കുടിക്കുന്ന അപ്പോഴും ബോധത്തിൽ ആ സംഭവം കിടക്കണം. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നും കൂടെ മാറി നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മനസ്സ് അറ്റാച്ച്ഡ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. മനസ്സിതിൽ നിന്നും നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറണം എന്ന് ചിന്തിച്ചാൽ മനസ്സൊരു ഹയർ പ്ലെയിനിന് അറ്റാച്ച്ഡ് ആയാൽ മാത്രമേ അത് പറ്റുള്ളൂ. അതിനെയാണ് യോഗസൂത്രത്തിൽ സമാധി എന്ന് പറയുന്നത്. മനസ്സ് പൂർണ്ണമായിട്ട് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പം ഭഗവാനും ഇതിനകത്ത് ഭാവാർത്ഥത്തിലും ചില പ്രഭുപാദത്തിനകത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്, ക്രമേണ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മാറി നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്, ഈശ്വരനിലേക്ക് കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ ഈശ്വരനുമായിട്ട് മനസ്സിന് ഇപ്പോൾ പ്രഭുപാദ് പറയുന്നത് നമ്മുടെ മൈൻഡിന് എപ്പോഴും വേണ്ട സാറ്റിസ്ഫാക്ഷനാണ്. ഗീവ് കൃഷ്ണ ടു യുവർ മൈൻഡ് ഹി വിൽ ബി സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. മനസ്സിനെ കൃഷ്ണനിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തൃപ്തി കിട്ടും എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടും തൃപ്തി കിട്ടാറില്ല. കാരണം നമുക്ക് ആ ഫെയ്ത്ത് പൂർണ്ണമായിട്ടില്ല, ശീല പ്രഭുപാദിന്റെ വാക്കുകളിലും ഇല്ല, നമുക്കത് ചെയ്യണമെന്നുള്ള ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഈ ഒരു പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് അവസാനം ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, പരമപുരുഷന്റെ ആനന്ദമല്ലാതെ മറ്റൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിയുമ്പോഴത്തേന് ഈശ്വരന്റെ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സന്തോഷമായിട്ട് വരുന്നത്. ഈശ്വരൻ സന്തോഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സും തൃപ്തിയാവുകയും മനസ്സും സന്തോഷിക്കുകയും ചെയ്യും. നമുക്ക് ഗോപന്മാരുടെയും എല്ലാ എക്സാമ്പിൾ നമുക്ക് കാണാം.
ഗോവർദ്ധന ലീല സമയത്തൊക്കെ ഭഗവാന്റെ കൈ വേദനിക്കുന്നു എന്നാണ് അവരുടെ ചിന്ത വരുന്നത്. അവരെങ്ങനെ പ്രൊട്ടക്റ്റഡ് ആകും എന്നല്ല. ഭഗവാൻ ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തുമ്പോൾ അവർക്ക് ഭഗവാന്റെ കൈ ഇങ്ങനെ ഭഗവാൻ ഉയർത്തി വെക്കുന്നതുകൊണ്ട് അവർക്ക് എന്തോ വേദന ഉണ്ടാകുന്നു എന്നാണ് അവർക്ക് അവരുടെ ചിന്ത വരുന്നത്. മറ്റ് യശോദമ്മയാകട്ടെ എല്ലാ ഗോകുലത്തിലുള്ള വ്യക്തികളാകട്ടെ അവരുടെ എല്ലാ കോൺഷ്യസ്നെസ്സിനകത്ത് ഭഗവാന്റെ പ്ലഷറാണ് അവർക്ക് മാക്സിമം ആയിട്ടുള്ളത്. അപ്പം പല രീതിയിൽ മനസ്സ് ഭഗവാന്റെ സന്തോഷം എന്താണെന്ന് കൂടുതലായിട്ട് അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് അഡ്വാൻസ് ഡിവോട്ടീസിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒരു പച്ചക്കറി കടയിലോ മറ്റോ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു പച്ചക്കറിയൊക്കെ തിരഞ്ഞെടുക്കുമ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, സാധാരണ പോലെ പെട്ടെന്ന് എടുത്ത് നമുക്ക് പോകണം എന്നുള്ള ഇതിലാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ കുറച്ച് ഉന്നതരായ ഭക്തന്മാരുടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവരെയൊക്കെ സേവനം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്യുമ്പോൾ ഓരോ ഇതും എടുക്കുന്നത് ഏറ്റവും ഫ്രഷായിട്ടുള്ള ഏറ്റവും നല്ലത് നോക്കിയാണ് എടുക്കുന്നത്. നമ്മുടെ ചിന്ത എന്താണ്, ഇവർക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയായിരിക്കും. പക്ഷെ അവരുടെ ചിന്ത വേറെയാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി ഭഗവാൻ കൊടുക്കണം എന്നുള്ളൊരു തോട്ടാണ് അവരുടെ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും എടുത്താൽ പോരെ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നും. പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് അത് ഭഗവാന് കൊടുക്കണം എന്നുള്ള ഒരു അപ്പം മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ പദ്ധതിയിൽ ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മുടെ പൂർണ്ണമായിട്ടും മൈൻഡ് കൺട്രോൾ അല്ലാതെ നിയന്ത്രണത്തിൽ വരത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇതിനകത്ത് അവസാനത്തെ വരിയിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, നേരിട്ടുള്ള കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നേരിട്ട് നമ്മൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് അത് സാധിക്കും എന്നുള്ളതാണ് പ്രഭുപാദ് പറയുന്നത്. കാരണം ഇപ്പം നമുക്കിപ്പോൾ ബ്രഹ്മോത്സവം വന്നു കഴിഞ്ഞു. അതിന് മുമ്പ് നമുക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ഓപ്പണിംഗ് സമയമാണ്. പിന്നെ അത് 9 വർഷം മുമ്പുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട്. ആ സമയത്ത് നമ്മുടെ പൂർണ്ണ ഫോക്കസും എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയ സേവനം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരിതായി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫുഡ് കഴിക്കുന്നതോ ഉറങ്ങുന്നതോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കതിനകത്ത് ഒരു ഡിസ്റ്റർബൻസ് എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. നമ്മുടെ ഫുൾ ഫോക്കസും അതിനെ പറയുന്നത്. അപ്പം ഈ പരിശുദ്ധ ഭക്തന്മാർ നമ്മൾ നല്ല ഉത്സവ സമയത്തൊക്കെ അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ പരിശുദ്ധ ഭക്തന്മാർ 24 മണിക്കൂറും ആ ഭഗവാന്റെ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കും, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയും ഇന്റൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാഭാവിക ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കും. അപ്പം അത് അങ്ങനെ ഇത് വരത്തില്ല. പ്രഭുപാദ് അതിനകത്ത് പറയുന്നത് ഒരു നിഴലിനെ പോലെയാണ്. ഒരു വ്യക്തി നടക്കുമ്പം അയാൾ നടക്കും, അയാളുടെ നിഴലായിട്ട് കൂടെ നടക്കും. അപ്പം നമ്മൾ ആത്മാവാണ്, ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് മനസ്സിലാക്കുമ്പം നമ്മുടെ സ്വാഭാവികമായ ഭൗതിക ജീവിതവും അതിനോടൊപ്പം നല്ല രീതിയിൽ തന്നെ നടക്കും. ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു തടസ്സം അതിന് വരത്തില്ല. അങ്ങനെ തടസ്സം വരാൻ കാരണം നമുക്കറിയാൻ പറ്റും, ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് അർജുനനാണ്. അർജുനൻ ഭൗതികമായിട്ടെല്ലാം കളഞ്ഞ് വീട് എല്ലാം കളഞ്ഞിട്ട് പോയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഭഗവത്ഗീത കഴിഞ്ഞതിന് ശേഷം അർജുനൻ വളരെ സ്ട്രോങ് ആയിട്ട് ആ രാജ്യം ഭരിക്കുകയാണ് ചെയ്തത്. വളരെ എഫിഷ്യൻ്റായിട്ട് ഭരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതൊന്നും ഇംപ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഈശ്വരൻ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അലൈൻഡായിട്ട് വരും എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. പലപ്പോഴും ആൾക്കറിഞ്ഞാൽ ജസ്റ്റ് ഒരു മെഡിക്കൽ ടേമിൽ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് ഇപ്പം പല ആൾക്കാർക്കും നടുവേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. ചിലർക്കും നടുവേദനയുണ്ട്, കഴുത്ത് വേദനയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്ത് വേദനയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ കാണാം, നടുവേദനയ്ക്ക് നമ്മൾ ഡോക്ടറെ കാണാം. ചില നമ്മൾ യോഗകൾ ചെയ്യും, പോസ്റ്റർ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും.
പക്ഷെ നമ്മൾ അതിന്റെ ബേസിക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള ബേസിക് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിയായിട്ടുള്ള പോസ്റ്ററിൽ നമ്മൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്, ഈ പോസ്റ്ററിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പെൽവിസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാൻ പറ്റും. ഞാൻ മെഡിക്കലിലേക്ക് പോവല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഇരിക്കുന്ന സ്ഥലം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ കഴുത്തും നട്ടലും ബാക്കി എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് അലൈൻഡായിട്ട് വരും, അതിനനുസരിച്ച് നോർമലായിട്ട് വന്നോളും. അതർവൈസ് നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ കഴുത്ത് വേദനയ്ക്ക് ഇതെല്ലാം നമ്മൾ പോയി ചികിത്സ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് നേരം ആശ്വാസം കിട്ടും. അതിനുശേഷം പിന്നെയും പഴയ നമ്മൾ ഇരിക്കുന്ന രീതിയോ കിടക്കുന്ന രീതിയോ നിൽക്കുന്ന രീതിയോ ശരിയല്ലെങ്കിൽ ക്രമേണ ബാക്കി അസുഖങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പം അതാണ് നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ട ആ കാര്യം ഫിക്സ് ചെയ്താലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഇരിക്കുന്നത് പ്രോപ്പർ ആണെങ്കിൽ ക്രമേണ നമ്മുടെ കഴുത്തുവേദന, നടുവേദന, കാലുവേദന എല്ലാം മാറും. പക്ഷേ നമ്മൾ ഇരിക്കുന്ന പ്രോപ്പർ അല്ലാതെ നമ്മൾ എത്രയോ ഡോക്ടർമാരെ മാറി കണ്ടുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്താലും അത് ടെമ്പററി റിലീഫ് വരത്തുള്ളൂ. പക്ഷെ അപ്പോൾ അതേപോലെ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയും നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വരുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ലക്ഷ്യം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നമ്മുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ശ്ലോകം. അതുകൊണ്ടാണ് കുറച്ച് അധികം എടുക്കാത്ത ശ്ലോകമാണിത്, അതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം അത് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരിക്കലും നമുക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, ശരിക്കും പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മൈൻഡിൽ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള തോട്ട്സുകൾ വരികയാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ നമ്മുടെ ഈ ഭഗവത്ഗീതയും നാമജപവും ഒക്കെ നമ്മളെ യഥാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ക്രമേണ നമ്മുടെ മനസ്സിനെ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് ഭഗവാനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് മൈൻഡ് പീസാവും. മൈൻഡ് പീസാകുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ബാക്കി ബോഡിയും അതിനെ ഫോളോ ചെയ്യും. ബോഡിയും അത് പീസ്ഫുള്ളായിട്ട് മാറുകയും നമുക്ക് അസുഖങ്ങൾ വരുന്നത് കുറയുകയും നമുക്ക് ആരോഗ്യം വരികയും തന്നെ ചെയ്യും. മാത്രമല്ല അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ബെനിഫിറ്റ് നമുക്ക് ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ആത്മീയതയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചത്. ഒരു സൈഡ് ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു മാറ്റിവെക്കേണ്ട കാര്യവുമായിട്ടല്ല പറയുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം നല്ല വ്യക്തിത്വങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് എത്രത്തോളം ദുഷിച്ച ചിന്താഗതികളും നമുക്ക് തന്നെ ആഗ്രഹമില്ലാത്ത വരുന്ന തോട്ട്സുകളും ഇതെല്ലാം ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെല്ലാം ക്രമേണ നമുക്ക് സബ്ഡ്യൂ ചെയ്ത് അത് ഈശ്വരനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മനോഹാരിത. ഇതൊന്നും ഫൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നില്ല, നമ്മുടെ മനസ്സിനോട് യുദ്ധം ചെയ്യാനോ ഒന്നും ഇത് ഭഗവത്ഗീതയോ ശാസ്ത്രങ്ങളോ പറഞ്ഞു തരുന്നില്ല. പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. ക്രമേണ നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ശീല പ്രഭുപാദ ഇതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. നാമജപം നമുക്ക് നാമം ജപിക്കാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? നമുക്ക് ആദ്യം തുടക്കത്തിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ നമുക്ക് നാമജപം ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മാല എടുക്കുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം മാല എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിയന്ത്രിതമല്ലാത്ത മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് അത് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. മനസ്സതിനെ റെസിസ്റ്റ് ചെയ്യും, അതിന് നിയന്ത്രണം ആഗ്രഹമില്ല. എത്രയും ജന്മജന്മാന്തരങ്ങളായിട്ട് മനസ്സിൻ്റെ തോന്നിയ രീതിയിൽ പോയതിനെ നമ്മൾ നിയന്ത്രിക്കും. ഇപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്നു, ക്ലാസ്സിൽ നിർദ്ദേശങ്ങളാണ് തരുന്നത്. നിർദ്ദേശങ്ങൾക്ക് ആർക്കും ഇഷ്ടമായിരിക്കത്തില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇരിക്കുന്നതാണ്. പക്ഷെ പലർക്കും ഈ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ അൺകൺട്രോൾഡായി മൈൻഡ് ഒരു കുരുത്തക്കെട്ട കുട്ടിയുണ്ടെങ്കിൽ അത് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അമ്മ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല, തിരിച്ച് വീട്ടിൽ വരും എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അതേപോലെയാണ് നമ്മുടെ മനസ്സ് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പം നാമജപം കൊടുക്കുമ്പോഴും ഈ പുസ്തകങ്ങൾ തരുമ്പോഴും നമ്മൾ ഭഗവാനെ നിവേദിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതെല്ലാം പറയുമ്പം റെസിസ്റ്റ് ചെയ്യുന്നത്
നമ്മളതിന് പല പല ലോജിക്കുകളൊക്കെ കണ്ടെത്തും അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ അൺകൺട്രോൾഡ് മൈൻഡിൻ്റെ വാശികളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത് പക്ഷേ ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതല്ല അതിൻ്റെ കോർ പ്രിൻസിപ്പിൾ. ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പതഞ്ജലി യോഗ സിദ്ധാന്തത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ ലാസ്റ്റ് പോയിന്റിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്, കൃഷ്ണാബോധത്തിൽ ഇടപഴകുന്ന ഒരു വ്യക്തിക്ക് ഇത് സ്വാഭാവികമായി സൈഡ് ബെനിഫിറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സിനെ കുറിച്ച് ഇത്രയും ഒരു ലെക്ചറും ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ നിരന്തരം ഇടപഴകിക്കൊണ്ടിരുന്നതാണ്. സിൻസിയറായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്ന ക്രമേണ നമ്മുടെ മൈൻഡ് കൺട്രോളാകുന്നത്. ഇത് വർഷങ്ങളായിട്ട് പരിശീലിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ മനസ്സ് എത്രമാത്രം വ്യതിചലിച്ചിരുന്ന ഇതാണ്. 10, 20, 30 വർഷങ്ങളായിട്ട് നാമം ജപിക്കുകയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രമേണ മനസ്സ് അതിൻ്റെ ആ ഒരു ബഹളം ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ നിർദ്ദേശങ്ങളോ ഈ പറയുന്ന ഒരു ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആരും എടുക്കരുത്. യഥാർത്ഥത്തിൽ ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അൺകൺട്രോൾഡ് മൈൻഡാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സ് ആ നിയന്ത്രണമില്ലാതെ ഇരിക്കുമ്പോൾ പറയുന്നതാണ് ഈ ബുദ്ധിമുട്ടാണ്, അത് പ്രശ്നമാണ്, ഇത് പ്രശ്നമാണ് എന്നുള്ളത്. ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വരുമ്പോഴത്തേന് കുഞ്ഞ് ഭയങ്കര അലറിക്കാരൻ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പക്ഷേ ആ കുഞ്ഞിന് നല്ലതാണ്, യഥാർത്ഥത്തിൽ നല്ലതാണ്. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം അതേപോലെ പലപ്പോഴും നമ്മുടെ മനസ്സ് ഇതിനെക്കുറിച്ചും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് എനിക്ക് നിയന്ത്രണം വേണ്ട എന്നുള്ള മനസ്സിൻ്റെ ഇതുകൊണ്ടാണ്, മനസ്സിൻ്റെ ജൽപ്പനങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾ ക്രമേണ മാറ്റിവെച്ച് ആചാര്യന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമേണ കൊണ്ടുവരികയാണെങ്കിൽ ഈ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ട് നമുക്ക് ഭഗവാനുമായിട്ട് സ്നേഹബന്ധത്തിലേക്ക് വരുന്നുണ്ട്. ഇതിന് നല്ലൊരു ജനനിവാസ് പ്രഭു പറഞ്ഞൊരു ഇതാണ്, ഞാൻ എപ്പോഴും അത് ഓർക്കും. എത്രയും നല്ലൊരു എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു എക്സാമ്പിളാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു ഡിവോട്ടി ഇങ്ങനെ ചോദിച്ചു, ക്ലാസ്സിലാണ്, ജനനിവാസ് പ്രഭുവാണ് പങ്കജാനന്ദി പ്രഭുവാണ് ഇവിടെ വന്നതെന്ന് അറിയത്തില്ല. രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അറിയില്ല ആരാണ് ആരാണ് ജനനിവാസ് പ്രഭു പണ്ട് വന്നതാണ്. അതിൽ മയക്കുള്ള 2 പൂജാരിമാരിൽ ഒരാൾ വന്നതാണ്. ഒരാൾ ആ സമയത്ത് മരണപ്പെട്ടു. അപ്പം ആരും ഇപ്പം ആരാണ്? ഓക്കെ, ഇപ്പം ജനനിവാസ് പ്രഭു വന്നതാണ്. ഇപ്പം ജനനിവാസ് പ്രഭു വന്നപ്പം അദ്ദേഹത്തിനോട് ക്ലാസ് ഇങ്ങനെ നമ്മുടെ കണ്ടിച്ചൽ ടെമ്പിളിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡിവോട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പ്രഭു എനിക്ക് നാമം ജപിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളത് ചോദിച്ചു. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നതെന്ന് വെച്ചാൽ. അപ്പം അദ്ദേഹം വളരെ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഒരു പ്രായമായൊരു അപ്പൂപ്പനുണ്ടെന്ന് വിചാരിക്കും. ഈ പലവട്ടം ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും കേട്ടിട്ടുള്ളതായിരിക്കും. പ്രായമായ ഒരു അപ്പൂപ്പനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമോനുണ്ട്, അത് വെളിയിലാണ്, ഗൾഫിലാണ്. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ അപ്പൂപ്പൻ ആ കൊച്ചുമോനെ വിളിക്കും, ഫോണിൽ വിളിക്കും. ആ കൊച്ചുമോനും ഇഷ്ടമാണ് അപ്പൂപ്പനോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അവർക്കൊരു ടൈമുണ്ട്. ഈ ടൈമിൽ രണ്ടുപേരും സംസാരിക്കും. ഏകദേശം അരമണിക്കൂറോളം ഫോൺ സംസാരിക്കും. അപ്പോൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കും, അരമണിക്കൂർ സംസാരിക്കും. അപ്പോൾ ഈ പ്രഭു ഇങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ വ്യക്തിയോട് ചോദിച്ചു, ഈ അരമണിക്കൂർ നീ എപ്പോഴെങ്കിലും ചിന്തിക്കുമോ, എൻ്റെ മനസ്സിങ്ങനെ പോകുമെന്ന് ചിന്തിക്കുമോ എന്ന് ചോദിച്ചു. മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും പോകുമോ എന്ന് ചിന്തിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ ഫുള്ളായിട്ട് ആ കോൺവെർസേഷനിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം ജന്മാസ്റ്റർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ ആ കുഞ്ഞിനോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിൻ്റെ മനസ്സെവിടെയും ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പോകുന്നത്.
നമുക്കാർക്കും ഭഗവാനോട് അത്ര ഇഷ്ടമില്ലാതെ നമ്മൾ ജപിക്കുകയാണ്. നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഭക്തിയിലേക്ക് വരുമ്പോൾ ആ സ്നേഹം കൂടുതൽ ആ സേവനങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഭഗവാനോട് അടുക്കുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന നാച്ചുറൽ സ്നേഹം ഡെവലപ്പ് ചെയ്യുകയും അപ്പം നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. ഈ പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്ന പോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പിന്നെ മനസ്സിനെ നിയന്ത്രിക്കുക, ഞാൻ മനസ്സിനെ നിയന്ത്രിച്ചു എന്നുള്ള തോട്ടിനെ ഒഴിവാക്കുക, പിന്നെ ഡിസൈഴ്സിനെ ഒഴിവാക്കുക. ഇതെല്ലാമാണ് സമാധിയിലെത്തുക. ഇതാണ് പതഞ്ജലിയിൽ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി പൂർണ്ണമായിട്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭക്തന് ആ സമാധി സ്റ്റേജിൽ എത്താൻ പറ്റും. ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ ആ ഒരു സ്ഥലത്തിലേക്ക് ഉയർന്നു വരാനും പറ്റും. അത്രയും മനോഹരമായൊരു പദ്ധതിയാണ് SC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ നമുക്ക് ഈ നാമജപത്തിലൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇതിനു വേണ്ടി നമ്മൾ വേറെ എവിടെയും പോയി ധ്യാനം ഇരിക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ മുതിർന്ന ഭക്തന്മാർ പറയുന്നത് പോലെ നമ്മൾ ഭഗവാൻ സേവനങ്ങൾ ചെയ്യുക, അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക, നമ്മുടെ സംശയങ്ങൾ തീർക്കുക, ഭഗവത് പ്രസാദം കഴിക്കുക, ഭഗവത്ഗീത വായിക്കുക, നാമം ജപിക്കുക. ഇത് ക്രമേണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു പദ്ധതി, മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയും അത് പൂർണ്ണ വിജയത്തിലെത്തുകയും ചെയ്യും. ഇതിന് തെളിവായിട്ട് നമുക്ക് ഒരുപാട് ആചാര്യന്മാരും അവരുടെ ജീവിതവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബ്രഹ്മോത്സവത്തിനൊക്കെ ഓരോ ആചാര്യന്മാരിവിടെ വരാറുണ്ട്. അവരുടെ ലൈഫിനെ അടുത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ മനസ്സ് എന്തുമാത്രം നിയന്ത്രണത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു നിമിഷം പോലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ദേവകി മാതാജിയാണ്. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് മാതാജിയുടെ ഒരു ടൈമിങ് ഇന്ന ടൈം അവർ കൊടുത്തിരിക്കുന്നത് ആ കറക്റ്റ് ആ ടൈമിൽ അവർ പ്രവർത്തിച്ചില്ല. എന്നോട് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ അന്ന് രാവിലെ ഞാൻ അവർക്ക് എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകണമായിരുന്നു. അപ്പം 4:30 ഇവിടുന്ന് തിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മാജി എന്നോട് പറഞ്ഞു 4:15 ഇവിടെ വരണമെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ ഇറങ്ങാനായിരിക്കും. ഇല്ല, 4:15 തൊട്ട് 4:25 വരെ ആ പെട്ടി റാപ്പ് ചെയ്യാനുള്ള ടൈമാണ്. ആ ടൈം അത് വെച്ചിട്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ അത്രയും അവരുടെ ടൈമായാലും അതെല്ലാം അവർ കൺട്രോളിലാണ്. അപ്പോൾ അവർ അത് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് 4:30 ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ അത്രയും അവരുടെ സമയവും എല്ലാം അവർ പൂർണ്ണമായിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അവർ ബോധ്യം. അപ്പം അത്രയും അത് ആർക്കെങ്കിലും എത്താൻ പറ്റുന്നില്ല. ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആ മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് ഈശ്വരൻ. കാരണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ആരോടും ഭഗവാന് ഭേദചിന്തയില്ല. അത് ചില ഡിവോട്ടീസിന് മാത്രമാണ് അത്ര ഹയസ്റ്റ് ലെവലിൽ എത്താൻ പറ്റുക, നമുക്കൊന്നും പറ്റില്ല എന്നല്ല. എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും ആ പരിശുദ്ധ ഭക്തിയുടെ ആ ഉയർന്ന തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിനുള്ള അനുഗ്രഹമെല്ലാം ശ്രീല പ്രഭുപാദ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുണ്ട്. പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളെ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കും ഈ ഒരു മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അസംഭവ്യം എന്ന് നമുക്ക് തോന്നുന്ന കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ സംഭവമായിട്ട് വരികയും ചെയ്യും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ
ശരിയാണ്. ഫസ്റ്റ് ടൈമിലുള്ളതിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്കിപ്പോൾ ഇല്ല. അത് നമ്മുടെ ഒരു തെറ്റല്ല, അത് നമ്മുടെ ആ സാഹചര്യം നമ്മളെ അതിനെ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ മാതാജിക്ക് ഫസ്റ്റ് ടൈം എത്രയോ ആൾക്കാർ വരുന്നു പുറത്തുനിന്ന്. ഇപ്പൊ നമുക്കറിയാം ക്ഷേത്രം അവിടെ ഉണ്ട്, അവിടെ എങ്ങനെയാണ് പരിപാടികൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഫസ്റ്റ് ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ഫോക്കസ് നമ്മൾ അതിനകത്ത് കൊടുത്തു. നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ ക്ഷേത്രം വരികയാണ്, അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം, സന്തോഷം, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ക്രമേണ വരും. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഒരു കാര്യം നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മറന്നു പോകില്ല, എപ്പോഴെങ്കിലും കാണും. കാരണം ഇപ്പൊ നമുക്ക് എല്ലാം മുൻധാരണകളുണ്ട്. കഴിഞ്ഞ വർഷം ഇത് നടന്നു, അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ പണ്ട് അതൊന്നും ഇല്ലല്ലോ, നമുക്കൊന്നുമില്ല, നേരിട്ട് അതിനകത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? പക്ഷെ ആ ഒരിക്കൽ നമ്മൾ ചെയ്ത ആ എഫേർട്ട് അത് ഒരിക്കലും നമ്മുടെ ഇതിൽ പോകത്തില്ല. മറ്റെന്തെങ്കിലും ചോദ്യം? അത് ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നാമം ജപിക്കുമ്പോഴത്തേക്കും തെറ്റായ ചിന്തകൾ പെട്ടെന്ന് വരുന്നു എന്നുള്ളത് പറയുന്നത്, അത് കാണുന്നത് തന്നെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പലരും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യത്തില്ല, അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ പ്രഭുവിനത് കാണാൻ പറ്റുന്നുണ്ട്, ബാക്ക് ഡോർസുകൾ വരുന്നത് കാണാം. അതൊരു സ്പിരിച്വൽ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലെക്ചറിൽ കേട്ട കാര്യമാണ്. ജസ്റ്റ് എൻ്റെ അനുഭവം എന്നല്ല, ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ആ ഇതങ്ങ് പോകും, നമ്മുടെ ഈ നാമം ജപിക്കുന്ന ഇത് പോകും, മനസ്സ് വേറെ എവിടെയെങ്കിലും പോകും, മനസ്സ് പോകും. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഒന്ന് പോസ് ചെയ്യണം, നിർത്തിയിട്ട് പതുക്കെ ശ്വാസം ഒരു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഒരു വട്ടം. പിന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല, അപ്പോൾ നമുക്ക് തീരത്തില്ല. പിന്നെ അടുത്ത ഇതിലേക്ക് പോകണം, അടുത്ത സ്പീഡിലോട്ട് പോകണം. ഒരു വട്ടം പോസ് ചെയ്ത് ആ ഒരു മന്ത്രം കുറച്ച് ശ്രദ്ധയോടെ ജപിച്ചിട്ട് പിന്നെ പഴയ സ്പീഡിലോട്ട് പോകണം. എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അത്രയും സമയമില്ല. പക്ഷെ അങ്ങനെ അത് റീസെറ്റ് ബട്ടൺ എന്ന് പറയും. നമുക്ക് ചില ഈ വലിയ കമ്പ്യൂട്ടറിനൊക്കെ ഉണ്ടല്ലോ റീസെറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം പോയി കിടക്കുമ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് ആചാര്യന്മാർ പറയുന്നത്. ജപിച്ച് ഇങ്ങനെ ഉറക്കി പോകുമ്പോഴത്തേന് ഒന്ന് കണ്ണൊക്കെ തുറന്നിട്ട് ഒന്ന് നല്ല കുറച്ചും കൂടെ ഉറച്ച്, പക്ഷെ സ്ലോ ആയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സത്യജ്ഞാനത്തോ ചെയ്യുന്ന ചിലപ്പോൾ ജപിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ജപിക്കും. അപ്പം അതേപോലെ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരുമെന്നും അപ്പം അതിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് പറയും. പിന്നെ ചില പോസ്റ്ററും പ്രൂഫാത് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇരുന്നില്ലെങ്കിൽ നമുക്ക് ശരിയാകത്തില്ല. അതെപ്പോഴും പ്രൂഫാന്റെ ജമാ ടൈപ്പിൽ കേട്ടിട്ടില്ല, ഫിക്സ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുന്നതല്ല, ഇങ്ങനെ ഇരുന്നാണ് ജപിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഈ പട്ടാളക്കാരെ പോലെ ചെയ്യുക, പിന്നെ അതൊന്നും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും കൈ ഇങ്ങനെ ഒത്തിരി നീട്ടി വെച്ചാൽ ശരിയാകത്തില്ല. കൈ എപ്പോഴും എൽബോ എപ്പോഴും നമ്മുടെ ബോഡിയോട് ചേർത്ത് വെച്ച് നമ്മുടെ ബോഡിയോട് ചേർത്ത് വെച്ച് എൽബോ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ട് എന്ന് നമുക്ക് ഇങ്ങനെ ഇരുന്ന ഒരു മണിക്കൂർ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടയർഡ്നെസ് വരും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും പിന്നെ എണ്ണിച്ച് നടക്കുക ചെയ്യും. ഒരു മണിക്കൂർ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഈ ജപാ ടേപ്പിലൊക്കെ കേൾക്കുന്നതാണ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉണ്ടെങ്കിൽ ഇരുന്നിട്ട്
നമ്മുടെ ഈ ബോഡിയോട് ചേർത്ത് ബോഡിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കൈ നമ്മുടെ ബോഡിയോട് ചേർത്ത് ഒരുപാട് തൂങ്ങിയിരിക്കുന്ന ഇങ്ങനെ ബാക്കിലോട്ട് ഇരിക്കാതെ കുറച്ച് സ്ട്രൈറ്റ് എന്നുവെച്ചാൽ ഇങ്ങനെ ഇരിക്കണം എന്നില്ല പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ പ്രോപ്പർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചെയ്യാം. അങ്ങനെ ചെയ്യാം, പക്ഷെ അത് നമ്മുടെ ജപമായിട്ട് വരത്തില്ല. ജപം കഴിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജപം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് പ്രോപ്പർ പറയുന്നത്. അപ്പം ജപം അതിനായിട്ട് നമ്മളിപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മാല ജപിക്കാം, പക്ഷെ അത് നമ്മുടെ ജപമായിട്ട് കണക്കാക്കാൻ പറ്റും. ജപം ചെയ്യുന്ന എന്തെങ്കിലും അതിനു വേണ്ടി ഇരുന്ന് ചെയ്യുമ്പോഴാണ് ജപം എന്ന് പറയുന്നത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും ആൾക്കാർ, പക്ഷെ കഴിവതും നടന്നും ചെയ്യും. ആദ്യം നടന്ന് ചെയ്യുമ്പോൾ പ്രഭുപാദ് കണ്ടിട്ടുണ്ടല്ലോ. പ്രഭുപാദ് നടന്നുകൊണ്ട് ഈ ജപവാക്കൊക്കെ ഉണ്ട്. പക്ഷെ പ്രഭുപാദിന്റെ 16 റൗണ്ട് പ്രഭുപാദ് കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രഭുപാദ് നടക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയും ശിഷ്യന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ജപിക്കും, പിന്നെ പ്രഭുപാദ് എന്തെങ്കിലും പറയും. അത് പക്ഷെ പ്രഭുപാദിന്റെ 16 റൗണ്ടിൽ വരത്തില്ല. പ്രഭുപാദ് ഓൾറെഡി രാത്രി എഴുന്നേറ്റ് 12 മണിക്ക് എഴുന്നേറ്റ് ജപം എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് ബുക്കൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പം അത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞു. ഇത് അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സസൈസിന് വേണ്ടി അദ്ദേഹം ശിഷ്യന്മാരെ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം മാർജിന്റെ 16 റൗണ്ട് മാർജി ഒന്ന് ഇരുന്ന് ജപിക്കുകയോ അല്ലെങ്കിൽ ഈ റൂമിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജപിക്കുകയോ ചെയ്തിട്ട് പിന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അത് നല്ലതാണ്. എപ്പോഴും എൽബോ സപ്പോർട്ട് ചെയ്യും. കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാൻ തോന്നും, ഇങ്ങനെ ആക്കാൻ തോന്നും. ഇതിന് സപ്പോർട്ട് ഇല്ലാതെ എപ്പോഴും ബോർഡ് ഇതിവിടെ സപ്പോർട്ടായിരുന്നു, അല്ലെങ്കിൽ എൽബോ സപ്പോർട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ തോന്നുന്നു. എപ്പോഴും ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ആചാര്യന്മാരൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, അവർ പറഞ്ഞു തരുന്ന കാര്യം പറഞ്ഞത്. നമ്മൾ ഇതിങ്ങനെ എപ്പോഴും നമ്മുടെ ബോഡി, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ നമ്മുടെ ബോഡി ടയർഡ് ആവുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രോപ്പർ പോസ്റ്റർ അല്ലാത്തതാണ്. നമ്മൾ ശരിക്കും പോസ്റ്റർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുന്നേക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു. അപ്പം ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ബുദ്ധി മനസ്സിന് നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ബുദ്ധി നമ്മൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് മനസ്സതിനെ ഓവർകം ചെയ്യുന്നത്. കാരണം നമ്മുടെ ബുദ്ധി ശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല. അത് പലതും നമുക്ക് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് സ്ട്രോങ് അല്ല നമ്മുടെ ബുദ്ധി. അതുകൊണ്ട് മനസ്സെപ്പോഴും അതിനെ ഓവർകം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധി മനസ്സിന്റെ അടിയിലാണ് നിൽക്കേണ്ടത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. ഇത് ശരി തെറ്റ് എന്നുള്ളത് വേർതിരിച്ചത്. മനസ്സെന്ന് പറഞ്ഞാൽ എനിക്കത് വേണം, എനിക്കത് നേടണം എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സ്. ഒന്നിനെ കുറിച്ച് ചിന്തിക്കുക, അത് വേണമെന്ന് തോന്നുക, അതുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫീലിങ്സ് എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് ശരി, ഇത് തെറ്റ്, ഇത് വേണോ, ഇത് വേണ്ട, ഇതാണ് ബുദ്ധിയുടെ പ്രവർത്തനം. അപ്പം ബുദ്ധി പറയും, ഇത് നീ മനസ്സിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ബുദ്ധി പറയും, ഇപ്പൊ അമ്മ സ്ട്രോങ് അല്ലെങ്കിൽ കുട്ടി ബുദ്ധി അമ്മയായിട്ടാണ് ചെയ്യുന്നത്. പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഇതായി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇതായിട്ട് മനസ്സ് നിയന്ത്രിക്കാതെ ചെയ്യുന്നതാണ്.
കണ്ടീഷൻ സോളിൻ്റെ നേച്ചറാണ് ഇപ്പോൾ. നമ്മളെല്ലാം അൺനാച്ചുറൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഹരേഷാജി ഇപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അയാളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അയാളോട് എനിക്ക് സംസാരിക്കുക, ഇതെല്ലാം ചെയ്ത് നമ്മളയാളെ പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയാണോ ചെയ്യുന്നത്, നിന്റെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ നമ്മൾ പീസ്ഫുൾ ആക്കും അല്ലേ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മൈൻഡ് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പീസ്ഫുൾ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ. പീസ്ഫുൾ ആക്കിയില്ലെങ്കിൽ നമ്മൾ അത് പറയുന്നത് ചെയ്യും. ഇപ്പോൾ പ്രഭുവിനിപ്പോൾ ഒരാൾ പ്രഭുവിനോട് ദേഷ്യപ്പെട്ടെന്തെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ ആരെങ്കിലും ചീത്ത വിളിച്ചെന്ന് വിചാരിക്കാം. അപ്പം ഇമീഡിയറ്റ്ലി പ്രഭുവിന് അത് തിരിച്ച് പറയാനായിട്ട് തോന്നും. മൈൻഡിൽ അങ്ങനെ പറയും, ഞാനല്ല തെറ്റിയത്, അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പ്രഭുവിന് തിരിച്ച് പറയാനായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ അത്രയും അജിറ്റേറ്റഡ് ആയി പോയ മൈൻഡിനെ പീസ്ഫുൾ ആക്കി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ, താഴോട്ട് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അല്ല മൈൻഡിനെ നീ പറയരുത് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല, മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അതിനാണ് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ നാമം ജപിക്കാം. പിന്നെ ഇതിൽ പറയുന്ന ഈ യോഗ പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എക്സൈൽ ചെയ്താലും മൈൻഡ് പെട്ടെന്ന് ഇതാവുമെന്നാണ് പറയുന്നത്. എക്സൈൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ദേഷ്യം വന്നെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് ശ്വാസത്തിന് വിട്ട് കളഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും ഇതായിട്ട് സ്ലോ ആയിട്ട് വിട്ടാൽ പെട്ടെന്ന് ശ്വാസം എടുക്കും. ദേഷ്യം വരുമ്പോൾ എങ്ങനെ പെട്ടെന്ന് ശ്വാസം എടുത്തുകൊണ്ടിരിക്കും. ഒരു ശ്വാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ശ്വാസം എടുക്കും. അതാണ് ഒരു ദേഷ്യം വരുന്നതിനുള്ള സ്വഭാവം. അപ്പം ആക്ച്വലി അടുത്ത ശ്വാസം എടുക്കാനുള്ള ഹറി വേണ്ട എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അടുത്തടുത്ത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഒരു അജിറ്റേഷനായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ശ്വാസം 2-3 വട്ടം ശ്വാസം ദീർഘമായിട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മൈൻഡ് പീസ്ഫുള്ളാണ്. ആക്ച്വലി നാമം മതി, പക്ഷെ നമുക്ക് നാമത്തിലൂടെ ആ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് മൈൻഡ് പീസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നില്ല, ദേഷ്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് തോന്നില്ല. അല്ലാതെ പെട്ടെന്ന് നമുക്കത് പറയേണ്ടത്. ഇപ്പോൾ ഒരാളിങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് പറയും ആ രീതി ചെയ്യണം. നമ്മൾ മൈൻഡിനെ പീസ്ഫുൾ ആക്കിയില്ലെങ്കിൽ മൈൻഡ് പറയുന്ന ഉടനെ നമ്മൾ കേൾക്കും. മൈൻഡിനെ എന്ത് പ്രശ്നം വന്നാലും മൈൻഡ് പീസ്ഫുൾ ആക്കുക എന്നുള്ളത് നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടല്ലേ മെഡിറ്റേഷനൊക്കെ പറയും. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യക്തി ഞാൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഈ ഓഫീസിലും ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് ചിന്തിക്കാനുള്ള ഇതില്ല. അപ്പോൾ ഒരാൾ പീസ്ഫുള്ളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഓർമ്മ. അപ്പം മനസ്സ് ഇപ്പം നമ്മളിപ്പം എല്ലാവരും ശാന്തമായിട്ട് ഇരിക്കുകയാണെങ്കിൽ മനസ്സ് ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പീസ്ഫുൾ ആക്കിയാൽ മാത്രമേ നമ്മൾ ആരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം മൈൻഡിനെ പീസ്ഫുൾ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാജിയുടെ ചോദ്യം മലയാളത്തിൽ പറഞ്ഞു. നമ്മുടെ ആധ്യാത്മിക ലോകത്തിന് അത്രയും ശാന്തവും സമാധാനമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നേക്കുന്നതാണ്. അപ്പം അത്രയും പീസ്ഫുള്ളായിട്ട് സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ താഴേക്ക് വന്നത് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. One thing we have to understand that we have an freedom of choice. Freedom of choice. You have a freedom of choice whether to sit in this temple or you can go outside. You have that freedom. നമുക്കൊരു ഫ്രീഡം എപ്പോഴും ഉണ്ട്. നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് പോകാനോ ഉള്ള ഫ്രീഡം ഉണ്ട്. നോ വൺ ക്യാൻ കർട്ടെയിൽ യുവർ ഫ്രീഡം. നമുക്ക് ഇവിടെ നിൽക്കാൻ അല്ലെങ്കിൽ ആരും നമ്മളെ തടസ്സപ്പെടുത്തത്തില്ല. സോ ഈവൻ ദോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് going outside the temple is bad for you, you can choose that thing. Even though you can understand that it is bad for you to go outside the temple, you can even choose that choice.
നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആ ടെമ്പിളിൻ്റെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത് മോശമാണെന്ന് അറിയാം, എങ്കിലും നമുക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. When you are in the spiritual world, you have all nice facilities in the spiritual world. You can see there is material world, there is miseries happening there. അപ്പോൾ നമുക്ക് ആധ്യാത്മിക ലോകത്തിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷവുമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് താഴെ നോക്കുമ്പോൾ ഭൗതിക ലോകത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട്. ബട്ട് വൺ തിങ് അട്രാക്ട്സ് യു, ദാറ്റ് ഈസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് യു ക്യാൻ ആക്ട് ആസ് എ മാസ്റ്റർ. In the spiritual world, you can only act as a servant. പക്ഷേ ഭൗതിക ലോകത്തിൽ നമുക്ക് എല്ലാം ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ യജമാനാണെന്ന വിചാരത്തിൽ നമുക്ക് പെരുമാറാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഭാവം അതാണ്, ഞാനാണ് ബോസ് എന്നുള്ള ഭാവം. ഈവൻ ദോ യു ഹാവ് 99% miseries in the material world, you are attracted to that being a master, that position you are attracted, so you choose the material world. That is how all of us come to this material world. You have that choice. It is not accidental. You have a choice, that is material world and spiritual world. You choose the material world. നമുക്ക് ചോയ്സ് ഉണ്ട്, ഭൗതിക ലോകം ആത്മീയ ലോകം ഉണ്ട് എന്നുള്ള ചോയ്സ് ഉണ്ട്. എന്നിട്ട് നമ്മളത് ഉണ്ട്, എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്തേ. കാരണം നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ മാസ്റ്ററായിട്ടിരിക്കാം, അവിടെ ഒരേ ഒരു മാസ്റ്ററേ ഉള്ളൂ, കൃഷ്ണ. പക്ഷെ ഇവിടെ നമുക്ക് മാസ്റ്ററായിട്ടിരിക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ മാസ്റ്ററാകാം, സ്കൂളിൻ്റെ മാസ്റ്ററാകാം, അങ്ങനെ അങ്ങനെ എല്ലാത്തിൻ്റെയും മാസ്റ്ററായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ അത് ദാറ്റ് ഇസ് വൈ വി ചൂസ്. You have taken with the full conscience. You have taken this decision with the full conscience. You know it is a miserable place, but you want to taste that what is the sign being a master. That is why. So Krishna doesn't send you there, send you here. You choose to come here. കൃഷ്ണനല്ല നമ്മളെ ഇങ്ങോട്ട് വിട്ടത്, നമ്മളായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം തിരിച്ചു പോകണമെങ്കിലും നമ്മൾ വിചാരിച്ചാലേ നമുക്ക് പോകാൻ പറ്റും. കൃഷ്ണൻ ഓട്ടോമാറ്റിക്കലി പോകും. നമുക്ക് ക്രിസ്ത്യൻസ് പറയണം, ഞാൻ യഹോവയെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു, അങ്ങനെ പറ്റില്ല. നമ്മൾ സ്വയം നമ്മളിത് നമ്മുടെ ഹൃദയത്തിലെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് പ്രഭുപാദ് പറയുന്നത്. ഇതൊന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കത്തില്ല. പ്രഭുപാദ് പറയുന്നത് നമ്മൾ തിരിച്ചവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചോയ്സ് എടുത്തതെന്ന് അറിയുമ്പോൾ. പക്ഷെ മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും മരണശേഷത്തിൽ ഒരു സംഭവം എവിടെയോ പോകുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അവരോട് ചോദിക്കണം, എങ്ങനെ പറയുമ്പോൾ അവരോട് ചോദിക്കണം, അപ്പോൾ മരണശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം. കാരണം ഒരു കാര്യം കണ്ടില്ല എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് ഇല്ല എന്ന് അർത്ഥമാവുന്നില്ല. ഇപ്പൊ താഴെ കുക്കിങ് നമ്മൾ ആരും കാണുന്നില്ല, പക്ഷെ നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പ്രസാദം ഇവിടെ മുകളിലെത്തും. അപ്പം നമ്മൾ വിചാരിക്കാൻ പാടില്ല അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല. കാണാത്തത് കൊണ്ട് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പോയ വ്യക്തിത്വങ്ങളുമായിട്ട് ഇടപഴകുന്നത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ശീല പ്രഭുപാദിനെ പോലുള്ള ഒരു വ്യക്തിത്വം അത്രയും കൺവിക്ഷനാണ് അദ്ദേഹത്തിനുള്ളത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് എന്തിനാണ് സൃഷ്ടി എന്നുള്ളത്? സൃഷ്ടി പ്രഭു എന്താ ഉദ്ദേശം? നമ്മളെന്തിനാണ് സൃഷ്ടിച്ചതെന്നാണോ? ഈ ലോകവും നമ്മളെയൊക്കെ ഭൗതിക ലോകം എന്തുകൊണ്ടാണ്? അല്ല, അതോ ആത്മീയ ലോകം? പ്രഭുവിന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഭൗതിക ലോകം ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്.
എന്തുകൊണ്ടാണ് ആദ്യം നമ്മളുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്തിനാണ് ഉള്ളതെന്നുള്ളത്. ആദ്യം ഈശ്വരനുണ്ട്. ഈശ്വരൻ്റെ അംശങ്ങളാണ് നമ്മൾ. ഓരോ ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മളെല്ലാവരെയും ഭഗവാൻ വിസ്തരിച്ചിരിക്കുന്നു. ഭഗവാനിൽ നിന്ന് വിസ്തരിച്ചിരിക്കുന്നത് ഭഗവാൻ സ്നേഹബന്ധം പുലർത്താൻ വേണ്ടിയാണ്. നമ്മളോട് ഓരോരുത്തരോട് സ്നേഹബന്ധം പുലർത്താൻ വേണ്ടിയാണ്. നമ്മളോട് എല്ലാവരോടും ഭഗവാൻ വളരെയധികം സ്നേഹമുണ്ട്. ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും വിസ്തരിച്ചിരിക്കുന്നത്. അത് എന്നെന്നുമുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സ്നേഹബന്ധത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനിൽ നിന്ന് മാറി നിൽക്കാനും. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ ഭഗവാൻ കൈയടക്കത്തില്ല. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഒരിക്കലും അതൊരു സ്നേഹമാകത്തില്ല. അതൊരു ബലമായിട്ട് പിടിച്ചു വയ്ക്കുന്ന പ്രവൃത്തിയായി മാറും. ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഭഗവാനെ ഇഷ്ടപ്പെടാനും ഭഗവാനെ റിജക്റ്റ് ചെയ്യാനും. അപ്പൊ റിജക്റ്റ് ചെയ്യുന്നവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ അതിനാണ് ഈ ഭൗതിക ലോകം. ഭഗവാനെ റിജക്റ്റ് ചെയ്തതായിട്ട് വരും. പക്ഷെ റിജക്റ്റ് ചെയ്താലും നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കുന്നുണ്ട്. നിയമം എല്ലാവരും പാലിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. പക്ഷെ പാലിക്കാത്ത ആൾക്കാരുണ്ട്, ക്രിമിനൽസ് ഉണ്ട്. പക്ഷെ ക്രിമിനൽസ് ആണെന്ന് വിചാരിച്ച് അവരെല്ലാം കൊല്ലുന്നില്ലല്ലോ. എല്ലാ ക്രിമിനൽസിനെയൊന്നും കൊല്ലുന്നില്ലല്ലോ. ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തവരെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അല്ലാത്തവരെ എന്താ ചെയ്യുന്നത്? ജയിലിൽ പാർപ്പിക്കുക ചെയ്യും. അവരെ മെച്ചപ്പെടുത്താൻ വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി. അതേപോലെ ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ റിജക്റ്റ് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എന്തിനാ തന്നെന്ന് വെച്ചാൽ ഭഗവാൻ ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയാ. റിജക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും താമസിക്കാനുള്ളൊരു സൗകര്യമാണ് ഈ ഭൗതിക ലോകം. അതാണ് ദുർഗ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ്. ദുർഗാദേവിയാണ് എൻ്റെ സൂപ്രണ്ട്, കൃഷ്ണന്റെ സൂപ്രണ്ട്. അപ്പൊ അതിൽ നിർത്തിയത്. പക്ഷെ ദുർഗാദേവി ഭഗവാന്റെ സർവന്റാണ്. അപ്പം ശരിയായിട്ട് ക്ലിയർ ആയിട്ടുള്ളവർ ദുർഗാദേവി മുകളിലേക്ക് വിട്ടോളും, ഭഗവാന്റെ അടുത്തേക്ക് വിട്ടോളും. അല്ലാത്തവരെ ക്ലിയർ ആവാത്തടത്തോളം കാലം ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. നമ്മളാൽ കഴിയുന്ന കരുതലുകൾ എടുക്കണമെങ്കിൽ. പക്ഷെ നമ്മൾ റിസൾട്ടും അതിൻ്റെ അൾട്ടിമേറ്റ് ഷെൽട്ടറും ഭഗവാനിൽ തന്നെ നമ്മൾ വയ്ക്കണം. അല്ല, അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഡോറാണെങ്കിൽ ആ ഡോറ് ഒരു ഇതുപോലെ ചെയിൻ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. ആ ചെയിൻ പോലത്തെ സാധനം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ? അങ്ങനെ വെച്ചിട്ട് പകുതി തുറക്കാൻ പറ്റും. ആ ചെയിൻ ഉള്ളതുകൊണ്ട് അവർക്ക് അകത്ത് കയറാൻ പറ്റും. നമ്മളാൽ കഴിയുന്ന പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ട് എന്ന് വിചാരിച്ചാലും മരണസമയത്ത് ചിലപ്പോൾ അവരൊന്നും കാണണമെന്നില്ല. അതുകൊണ്ട് അത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മളെ കഴിയുന്ന ബാക്കി ഭഗവാന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെല്ലാം ഒത്തിരി മക്കളുള്ള ഒരാളാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ അയാൾ മരണസമയത്ത് മക്കൾ ആരും കാണണമെന്നില്ല അടുത്ത്. ചിലപ്പം മക്കളില്ലാത്ത ഒരു വ്യക്തിക്ക് മരണസമയത്ത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടെ നിന്നായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ അവസാനം എങ്ങനെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അധികം അറിയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ മാജിക്ക് പറ്റുന്ന കാര്യം ഇതൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് ഇങ്ങനെ ഇതുപോലെ ഉണ്ട്, ചെങ്ങല പോലെ ഒരു സാധനം. അത് വെച്ച് നമുക്ക് ചെയ്യും. ബാക്കി ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ചിലര് വളരെ ഇമോഷണലായിട്ടുള്ള പ്രഭുവിൻ്റെ ചോദ്യമാണ് ലാസ്റ്റ് ചോദ്യം. ഇമോഷണലായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവർ ഭഗവാനെ കാണുമ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സും സന്തോഷവും ഇതൊക്കെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് ഓവർ ഭക്തിയാണെന്ന് പറയും. അപ്പോൾ അവരെ ഇങ്ങനെ ഇതാക്കാനായിട്ട് അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ആചാര്യനായിട്ട് പ്രഭുപാദമുണ്ട്. പ്രഭുപാദിന്റെ ലൈഫാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. പ്രഭുപാദിന് ഭഗവാനോടുള്ള ഭക്തി പോലെ നമുക്ക് വേറെ ആരെയും നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ശശി ഗോത്രാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രഭുപാദിനെ പോലുള്ള ഒരു ആചാര്യനാണ്. അപ്പം പ്രഭുപാദ് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും മറ്റുള്ളവർക്കൊരു ഉദാഹരണം പോലെയാണ് പ്രഭുപാദ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രവൃത്തിയും. പ്രഭുപാദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭഗവാനുള്ള സ്നേഹം അത്രയും കൂടുതലാണ്. അദ്ദേഹത്തിനാണെങ്കിൽ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ഭഗവാനെ കുറിച്ച് ഓർത്ത്, ഭഗവാനെ കുറിച്ചുള്ള വിരഹത്തിൽ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോപ്പർലി ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഭക്തി ഉണ്ടാവും, നമുക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ നമ്മളുടെ അടുത്ത് വരുന്ന വ്യക്തിത്വങ്ങൾക്ക് അവർക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ പലപ്പോഴും പെരുമാറാനായിട്ട്. അപ്പം നമ്മുടെ ചിലപ്പോൾ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ എല്ലാവരും ഭഗവാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി വിചാരിക്കും ഞാനും കരയണം, ഭഗവാനെ കുറിച്ച് ഓർത്ത് കരയണം എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ലെവലിൽ നിന്ന് ഉയരാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കാര്യം മാത്രം നോക്കരുത്, നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിത്വങ്ങൾ എങ്ങനെ ഭക്തിയിൽ ഉയരണം എന്നുള്ളത് നമ്മൾ ഭഗവത്ഗീത കീച്ച്, ശില ഗോപാൽ കീച്ച്.